ശാസ്ത്രത്തെയും മിത്തിനെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാ അറിവും പണ്ടേ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുക എന്നതാണ് ഈ ശാസ്ത്രവിരുദ്ധ പ്രചരണത്തിന്റെ ഒരു രീതി. ശാസ്ത്രവിരുദ്ധതയുടെ വളർച്ചയും വർഗീയതയുടെ വളർച്ചയും തമ്മിലൊരു പാരസ്പര്യം കാണാം. വർഗീയത വളരുന്നതിനൊപ്പം ശാസ്ത്രവിരുദ്ധതയും വിജ്ഞാനവിരുദ്ധതയും വളർന്നു വരുന്നു. വിജ്ഞാനവിരുദ്ധതയും ശാസ്ത്രവിരുദ്ധതയും വർഗീയതയ്ക്ക് വളക്കൂറായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു പാരസ്പര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലോകത്ത് ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ അറിവുകളും എല്ലാ കണ്ടുപിടുത്തങ്ങളും പണ്ടേ ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാം പണ്ടേ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതിനപ്പുറം പുതുതായിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഇനി ഒന്നും കണ്ടെത്താനില്ല. ഇതാണ് ശാസ്ത്രവിരുദ്ധ വാദത്തിൻ്റെ രത്നച്ചുരുക്കം എന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യാന്വേഷണമാണ്. അറിവിൻ്റെ നിരന്തരമായിട്ടുള്ള അന്വേഷണമാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം അജ്ഞാതമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, എന്നാൽ അജ്ഞേയമായിട്ടൊന്നുമില്ല എന്നാണ്. കണ്ടെത്താനാവാത്തതായിട്ട് ഒന്നുമില്ല. ശാസ്ത്രം സ്വീകരിക്കുന്ന സമീപനം വസ്തുതകൾ, പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങളിലും നിഗമനങ്ങളിലും എത്തിച്ചേരുക എന്നതാണ്. അതുകൊണ്ടാണിത് സത്യാന്വേഷണമാണ് എന്ന് പറയുന്നത്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ആര് പറയുന്നു എന്നതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. എന്ത് പറയുന്നു എന്നതാണ് പ്രധാനം. അതെങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനം. എത്ര വലിയ ആൾ പറയുന്നതാണെങ്കിലും അത് ശാസ്ത്രത്തിൻ്റെ ഉരകല്ലിൽ, വിമർശന ബുദ്ധിയുടെ ഉരകല്ലിൽ പരീക്ഷിച്ച ശേഷം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ വിമർശന ബുദ്ധി, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നത് ശാസ്ത്ര അവബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുന്നതാവട്ടെ വിമർശന ബുദ്ധിയാണ്. വിമർശനം കുറ്റകരമായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ശാസ്ത്രം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് വിമർശന ബുദ്ധിയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ കൊണ്ടാണ്. ചോദ്യങ്ങളില്ലാതായാൽ അറിവും ശാസ്ത്രവും അവിടെ അവസാനിക്കും. ഇന്നാണെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ കുറ്റക്കാരായിട്ട് കാണാൻ, അവരെ വേട്ടയാടാനുള്ള ശ്രമമാണ് രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നത് ഒരു അപരാധമാണ് എന്ന സ്ഥിതി വന്നിരിക്കുന്നു. ഐസക് ന്യൂട്ടന്റെ തിയറി ഓഫ് ഗ്രാവിറ്റി കുറിച്ചുള്ള പ്രസിദ്ധമായിട്ടുള്ള കഥ കേൾക്കാത്ത കുട്ടികളാരുണ്ടാവില്ല. ആപ്പിൾ മരത്തിന്റെ താഴെ പോയി ഇരുന്നതും ആപ്പിൾ ഞെട്ടറ്റ് തലയിൽ വീണതും എന്തുകൊണ്ട് ഇത് താഴേക്ക് വന്നു, മുകളിലേക്ക് പോയില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് പിന്നീട് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലേക്ക് എത്തുന്നത് എന്ന കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ചോദ്യം ഉണ്ടാവുന്നത്, എന്തുകൊണ്ട് എന്ന ചോദ്യം ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താ? വിമർശന ബുദ്ധിയാണ്. അപ്പൊ ചോദ്യമില്ലെങ്കിൽ പിന്നെ ശാസ്ത്രമില്ല, ചോദ്യമില്ലെങ്കിൽ പിന്നെ അറിവിൻ്റെ വളർച്ചയില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാസ്ത്രമേള ചോദ്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, വിമർശന ബുദ്ധി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രമേള വിമർശന ബുദ്ധി വളർത്താൻ, അനേകം ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഇടയാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു.